കുക്ക് വിത്ത് സോഫിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ 2 ഡ്രിങ്ക്സാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ആദ്യത്തെ ഡ്രിങ്ക്സായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാകാറുള്ള ചെറുപഴവും ഈന്തപ്പഴവും കൊണ്ടാണ് നല്ലൊരു ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. ഈ ചെറുപഴത്തിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാളയംകോടൻ പഴമാണ്. ഇതിന് പകരം റോബസ്റ്റ പഴമോ ഞാലിപ്പൂവൻ പഴമോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഏത് ഉപയോഗിച്ചാലും ഇത് വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. സാധാരണ നമ്മൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി വെള്ളം കുടിക്കും, അതുപോലെ പല ഡ്രിങ്ക്സുകളും കുടിക്കാറുണ്ട്. എന്നാൽ ഇത് ഹെൽത്തിയായ ഈ ഡ്രിങ്ക്സ് നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്ക് ഒന്ന് കൊടുത്തു നോക്കുക. ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് സാധാരണ പലരും വിശപ്പില്ലാതെ ആഹാരം കഴിക്കാതിരിക്കും. വിശപ്പിനും ദാഹത്തിനും ആരോഗ്യത്തിനും പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക്സാണ് ഇന്ന് ഞാൻ ചെറുപഴം ഉപയോഗിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതിൽ ഞാൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. അത് തികച്ചും ആരോഗ്യപ്രദമാണ്. നിങ്ങളെല്ലാവരും ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കി നോക്കണം. എങ്ങനെയാണ് ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ചേരുവകളെന്നും നമുക്കൊന്ന് കാണാം. ഇതിൻ്റെ ചേരുവകളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 300 മില്ലി പാല് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കി പൊടിച്ച് വെച്ചിരിക്കുന്നത്, 4 ചെറുപഴം. ഇത് പാളയംകുടൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഞാലിപ്പൂവൻ പഴവും റോബസ്റ്റ പഴവും ഏതെങ്കിലും എടുക്കാം. 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത്, 8 ഡേറ്റ്സ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 5 ബദാം നുറുക്കിയത്, അതുപോലെ 5 കാഷ്യൂനട്ട് നുറുക്കിയത്, ശർക്കര ഉരുക്കാനുള്ള 2-3 ടേബിൾ സ്പൂൺ വെള്ളം. നമുക്ക് ആദ്യമേ ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്ക് കാണും, അതുകൊണ്ടാണ് ഉരുക്കി അരിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് ഈ പഴം ഒന്ന് പൊളിച്ച് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇത് വലിയ പഴമാണെങ്കിൽ 1 ഗ്ലാസ്സിന് 1/4 അതിനനുസരിച്ച് അങ്ങനെയുള്ള എടുത്താൽ മതി. ഇത് തീരെ ചെറിയ പഴമാണ്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ചേർക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പാല് ചേർക്കാം. ഒത്തിരി പാല് ചേർത്താൽ അരിഞ്ഞു കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ശർക്കര ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ശർക്കര ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പഴവും ഡേറ്റ്സും ശർക്കരയും ചേർത്ത് അടിച്ചിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി ആവശ്യത്തിനുള്ള പാല് ചേർക്കാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. ശർക്കര ഒക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ചിലപ്പോൾ ശർക്കരയുടെ ആവശ്യം വരികയില്ലായിരിക്കും. നന്നായി അരച്ചെടുക്കാം. ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട്. ഈന്തപ്പഴവും ചെറുപഴവും ചേർന്ന ഹെൽത്തി സമ്മർ ഡ്രിങ്ക് റെഡിയായി. ഇനി നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിൻ്റെ മുകളിൽ ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് ഹെൽത്തിയാണ്, ആർക്കും കഴിക്കാവുന്നതാണിത്.
മേളിൽ അല്പം ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടുത്ത ഡ്രിങ്ക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ്. കാരറ്റും തക്കാളിപ്പഴവും ചേർത്ത നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്സ്. ഇതിൽ ഞാൻ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതിന് പകരം ശർക്കരയോ തേനോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഞ്ചസാരയാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റായി എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. തക്കാളിപ്പഴവും കാരറ്റും ഒക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണല്ലോ. നമ്മൾ മിക്കവാറും കറി വയ്ക്കാനൊക്കെ ഇതെല്ലാം മേടിക്കാറുള്ളതാണ്. ആ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഹെൽത്തിയായി ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കി നിങ്ങളും കഴിക്കുക, കുട്ടികൾക്കും കൊടുക്കുക. ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 കാരറ്റിൻ്റെ പകുതി. നല്ല ഫ്രഷ് കാരറ്റ് ആയിരിക്കണം, വാടാത്ത കാരറ്റ് തന്നെ വേണം, എന്നെങ്കിലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ തൊലി ചെത്തി വെച്ചിരിക്കുന്നതാണ്. 2 തക്കാളിപ്പഴം. ഇത് പുളി കുറഞ്ഞ നല്ല പഴുത്ത മധുരമുള്ള തക്കാളിപ്പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ. ഇത് പഞ്ചസാര ചേർക്കാതെയും ഇത് തന്നെ കുടിക്കാം. ഹെൽത്തി ആയിട്ട് വേണ്ടിയവർക്ക് ഇതിനകത്ത് മധുരം ചേർക്കാതെ വേണം കുടിക്കാൻ. അല്പം മധുരം വേണമെന്നുള്ളവർക്ക് അവരുടെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. 1 നുള്ള് കുരുമുളക് പൊടി, 1 നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര്, 1 നുള്ള് ഉപ്പ്, തണുത്ത വെള്ളം. നമുക്ക് ഈ കാരറ്റും തക്കാളിപ്പഴവും ഒന്ന് ചെറുതാക്കി മിക്സിയിൽ ഇട്ട് കൊടുക്കാം അടിച്ചെടുക്കാനായിട്ട്. നല്ല പുതിയ കാരറ്റ് അരിക്കണം, അതാണ് ഇതിന് നല്ലതും ആരോഗ്യപ്രദവും. ഒട്ടും വാടാത്ത കാരറ്റ് വേണം. തക്കാളിപ്പഴത്തിൻ്റെ ഈ മേൽഭാഗം ഒന്ന് മുറിച്ച് മാറ്റണം. അതിലേക്ക് കുരുമുളക് പൊടി, 1 നുള്ള് കുരുമുളക് പൊടി ഇട്ടാൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. നാരങ്ങ പിഴിയുക, അതിൻ്റെ കുരു കളയണം. കുരു കിടന്നാൽ അത് അടിഞ്ഞു ചേരുമ്പം കയ്പുണ്ടാകും. അതുപോലെ 1 നുള്ള് ഉപ്പ്, പഞ്ചസാര, നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തൊന്ന് അരച്ചെടുക്കുവാണ്. കുറച്ച് വെള്ളം, ആദ്യം അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഒത്തിരി ലൂസായിട്ടല്ല, കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ലൂസ് കൂടുതലായി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അധികം ലൂസാക്കുന്നില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മധുരം നോക്കണം, ഒന്നോടെ അടിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ടൊമാറ്റോ കാരറ്റ് ജ്യൂസ് റെഡിയായി. ഐസ് ക്യൂബ്സ് ഇതിനകത്ത് വേണ്ടിയവർക്ക് ഇട്ടെടുക്കാം. ഞാൻ ഏതായാലും ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഇത് അരിക്കണമെന്നില്ല, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ വേണ്ടിയവർ അരിച്ചെടുക്കുക എന്നേ ഉള്ളൂ. നമ്മുടെ ടൊമാറ്റോ കാരറ്റ് ജ്യൂസ് റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഈ ചൂടിന് നല്ലൊരു ആശ്വാസമാണത്. ഈ 2 ഡ്രിങ്ക്സും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.